പഴയ എ സിക്ക് ഒരു കുഴപ്പമില്ല, പുതിയ എ സിക്കാണ് ഇപ്പോൾ ഈ കുഴപ്പം മൊത്തം. പഴയത് നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട്, 10-20 വർഷത്തെ പഴക്കമുണ്ട്. മൊത്തം അഴിച്ചെടുത്തു. ഇപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തുള്ള സാധനം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തൊട്ട അയൽവാസിയാണ്. മൂപ്പരുടെ ടാങ്കൊക്കെ പൊളിച്ചിട്ടു, ഇഷ്ടിക ടാങ്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നലെ ഡോക്ടറൊക്കെ കണ്ടു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി 11 മണി 11:30 മണിയായി മരുന്ന് വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്ക്. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കടന്നുറങ്ങിയപ്പോഴേക്കും 1 മണിയായി. എന്നാൽ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കക്ഷീണവും നല്ല തലവേദനയും. എനിവേ കുട്ടീനെയും വൈഫിനെയും സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. ഒരു യൂഷ്വൽ രീതിയിൽ തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ ഇപ്പോൾ വൈഫ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അമ്മൂന് നല്ല ഉറക്കക്ഷീണം, 2-3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ക്ലാസ് എങ്ങനെ എടുക്കും പോയിട്ടെന്നുള്ളത് ഒരു പിടിയില്ല, നല്ല ഉറക്കക്ഷീണല്ലേ. 8 മണിക്ക് പോകുന്ന ആൾക്കാരാണ്, 8:25 ആവാറായി. എന്താ ഇറങ്ങാറായില്ലേ? ഇവിടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ AC കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് റിപ്പയർ ചെയ്യാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ മെഞ്ഞാന്ന് വിളിക്കാൻ തുടങ്ങിയതാണ്, ഇന്നാണ് ഇപ്പോൾ ആള് വരുന്നത്. 11 മണി കഴിഞ്ഞു, ആളെത്തി. മൊത്തം അഴിച്ചെടുത്തു. ഇപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തുള്ള സാധനം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ഊരിയെടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഏകദേശം ഒരു 4000-5000 രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് വരും. അത് മൊത്തം ശരിയാക്കി എടുക്കാന്നാണ് പറയണത് ഈ സാധനം. എന്താ ചെയ്യാ, ചൂടുകാലാണ് വരാൻ പോകുന്നത്. ചൂട് ഏകദേശം ആരംഭിച്ചു. നമുക്കത് ഇപ്പം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ, കടന്നുറങ്ങണ്ടേ. പഴയ എ സിക്ക് ഒരു കുഴപ്പമില്ല, പുതിയ എ സിക്കാണ് ഇപ്പോൾ ഈ കുഴപ്പം മൊത്തം. പഴയത് നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട്, 10-20 വർഷത്തെ പഴക്കമുണ്ട്. പുതിയതിന് 7 വർഷത്തെ പഴക്കേ ഉള്ളൂ. പുതിയതിന് ഗ്യാസ് ലീക്ക് ഉണ്ട്, അത് ലീക്ക് ഉണ്ട്, ഇത് ലീക്ക് ഉണ്ട് എന്നൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെ തൊട്ട അയൽവാസിയാണ്. മൂപ്പരുടെ ടാങ്കൊക്കെ പൊളിച്ചിട്ടു, ഇഷ്ടിക ടാങ്ക്. അതിന് ശേഷം പുതിയ വാട്ടർ ടാങ്ക് വയ്ക്കാൻ പോവാണ്. നമ്മൾ പിന്നെ അത് നേരത്തെ വെച്ച് സെറ്റാക്കിയോണ്ട് കുഴപ്പമില്ല. വീടിന് ലീക്ക് വരുന്നുണ്ട്, കണ്ടോ, ലീക്ക് വരുന്നുണ്ട്, വെള്ളം നനഞ്ഞു കിടക്കുന്നുണ്ടോ. 2:15 ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. ചെറുപയർ ദോശ, ഓംലെറ്റ്, വേണമെങ്കിൽ ലേശം മട്ടരി, ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, സാമ്പാർ. പാത്രത്തിൻ്റെ അടുപ്പ് താഴെ വീണു. ഇത് രാവിലെ മേടിച്ചതാ. ചീര ഉപ്പേരി. എന്താ കാരണം? ആൾക്കാര് കാണണ്ടേ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വായ 4 കൈകൾ എല്ലാം. ഇവിടെ പുലിയാ, സ്കൂളിൽ ചെന്നാൽ പൂച്ചയാണ്. ഒരു അനക്കം ഉണ്ടാവില്ല, ഒരു അനക്കം ഇല്ലാത്ത വാവയാണ്. ഇതുപോലൊരു കുട്ടി ക്ലാസ്സിലുണ്ടോന്ന് പോലും അറിയില്ല, അങ്ങനെ ഇരിക്കും ആള്. പൂച്ചയെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ പുലിയാണ്, പുലി. പിന്നെ പോയി ഒളിഞ്ഞെങ്ങനെ കാണുക? അതെങ്ങനെ കാണുക? പിന്നെ എവിടുന്ന പൊടി ഉണ്ടാവുക? മുഖം കഴിയാ പിന്നെ ഉണ്ടാവില്ല. ആരാ പൊടിയാക്കിയേ? മിസ് എന്തിനാ പൊടിയാക്കിയേ? അയ്യോ മിസ് പൊടിയാക്കിയാ? അയ്യോ എന്താ കാട്ടാ? എന്തിന്? അയ്യോ പോയോ? എന്തിനാ മിസ് അങ്ങനെ പൊടിയാക്കിയ മുഖത്ത്? എന്തിന്? എന്താ ഹോളിയാണോ പൊടിയാക്കാൻ? ഈ ഹിന്ദിക്കാരുടെ ഒരു പൊടി ഇട്ടിട്ടൊരു ആഘോഷമുണ്ടേ. മുഖത്ത് കൂടെ ഒക്കെ പൊടി വാരി തെറിച്ചിട്ട് പല പല കളറിലേ. അതുപോലെ വാവക്കുട്ടിയുടെ മുഖത്ത് എന്താ തേച്ച നോക്കട്ടെ, ഭസ്മം തേച്ചത്ര. കുട്ടികൾക്ക് ഭസ്മം വെച്ചിട്ട് അത്ര ഹോളി ആഘോഷിച്ച് വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഫോട്ടോ എടുത്തതല്ലേ? ഫോട്ടോ എടുത്തോ? പൊടിയൊക്കെ മുഖത്ത് തേച്ചിട്ട് ഫോട്ടോ എടുത്തു അത്ര. വേഗം വെള്ളം എടുത്ത് കുടിച്ചോ. ഞാൻ മുഖമൊക്കെ കഴുകി കൊടുത്തു പരിപാടി കഴിഞ്ഞ് പോരാൻ നേരത്തെ. എന്തിനാ വെറുതെ ആ മുഖത്ത് പൊടിയും വെച്ചിട്ട് അലർജി മൂക്കിൽ ഒഴിച്ചു കയറ്റുന്നു? ഭസ്മാണെന്നാ പറഞ്ഞേ. കുട്ടികളായതുകൊണ്ട് മറ്റേ പൊടിയല്ലല്ലോ. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ മഷ്റൂം മസാല മേടിച്ചു. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയതാ. ഒരു പോസ്റ്റിൻ്റെ ഉള്ളിലത്തെ മീറ്ററിൻ്റെ അവസ്ഥ നോക്കിയ ഫ്യൂസിൻ്റെ അവസ്ഥ. മരിച്ചതിന് ശേഷം മാത്രമേ ഇത് നേരാക്കുള്ളൂ. എല്ലാ ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ കണക്കാണ്, അനാസ്ഥയുടെ കാര്യത്തിൽ. അമ്മ വിളിച്ചത് ഏതായാലും നല്ല സർപ്രൈസ് ആയി പോയില്ലേ. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. വിളിച്ച് ഇവിടേക്ക് കൊടുക്കുക അവിടേക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. അമ്മയും കോളേജിൽ തന്നെയാണല്ലോ.
നല്ല എവിടെയും കിട്ടിയാൽ നന്നായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്നു എവിടെയും കിട്ടുമെന്ന് അല്ലേ? അമ്മുവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു 1-2 കോളേജിൽ കൂടി പോയിട്ട് ഏതോ 2 കോളേജ് ഉണ്ട്, ആ 2 കോളേജിലും കൂടി അപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു. എന്തായാലും കൊണ്ടുപോയിട്ട് കുഴച്ച് നമ്മളത് മെയിൽ അയച്ചാൽ മതിയല്ലോ അല്ലേ? ആ പിന്നെ സൈൻ ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്തിട്ട് അയക്കാൻ പോകും. ഓക്കെ, അപ്പോൾ സൈൻ ചെയ്തിട്ട് മെയിലിൽ PDF ആയിട്ട് അയക്കാം. എല്ലാ വഴി കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു നല്ല കോളേജ് കിട്ടുകയാണെങ്കിൽ ഈ സ്കൂളത്തെ അത്ര ഹെക്റ്റിക്കും ആയിരിക്കില്ല. എല്ലാവരും പ്രാർത്ഥിക്കൊണ്ടു. കണ്ടോ നീ എങ്ങനെ ചൊത്തം കിടന്നുറങ്ങുക AC ഇല്ലാണ്ട്? നീ നാളെ കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ. AC നേരെ ആക്കിയിട്ട് നാളെ വരുന്നുണ്ടാവുള്ളൂ. കുട്ടി എങ്ങനെ കിടന്നുറങ്ങുക? ചൊത്തം ഫുള്ള് ഫാൻ ഇടും അല്ലേ? ഫാൻ ഇട്ടാണ്ട് പറപ്പിക്കൂല്ലേ? വാട്ടർ മെലനും ബർഫിയോ? ഓ പഴം എന്താ വഴിയിൽ വെച്ചിരിക്കുന്നു? എന്താ വേറെ എവിടെ ഇരിക്കാൻ കിട്ടിയില്ല സ്ഥലം? ഒരു വല്ലാത്ത ഇടുക്കിൽ വന്നിട്ട് വഴിയിൽ വന്നിരിക്കുന്നു. ഇവിടെ എത്ര സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കാൻ സ്ഥലം കിട്ടിയില്ലേ? നടക്കണ വഴിയിൽ തന്നെ. ഈ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.